ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പൈസയ്ക്ക് എല്ലാവർക്കും ആവശ്യം. ഈ ചെറിയ ചെറിയ കടങ്ങളെടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ തലവേദനയായിട്ട് വരുന്നത്. ഈ ചെറുതെന്ന് തുടങ്ങിയിട്ട് നമ്മൾ വലുതിലേക്കെത്തും. അവസാനം നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ഗ്രിപ്പില്ലാതെ വരുന്ന സ്ഥിതിയിലാണ് പല സംഭവങ്ങളും നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പം ഞാനിന്ന് പറയുന്നത് മൈക്രോ ഫിനാൻസ് എങ്ങനെ നമ്മൾക്ക് ഒഴിവാക്കാം എന്നുള്ള വിഷയം. ഒരു 1000-ഓ 2000-ഓ അതിൻ്റെ ഒരു ആവശ്യത്തിന് നമുക്ക് വെളിയിൽ നിന്ന് കടം കിട്ടാത്ത സ്ഥിതിയിൽ ഇപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് പോയി ചോദിക്കുന്നു, ഒരു 1000 രൂപ വേണം, ഒരു 2000 വേണമെന്ന് പറയുമ്പോൾ അവർ തരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ സമയത്താണ് നമ്മൾ ഇത്തരം നീരാളിപ്പിടുത്തം ഇല്ലെങ്കിൽ മൈക്രോ ഫിനാൻസുകൾ നമ്മളെ ആശ്രയിക്കുന്നത്. കാരണം അവിടെ നമ്മൾ ആശ്രയിക്കുന്നത് പറഞ്ഞാൽ ഒരു ആധാർ കാർഡ്, ഒരു റേഷൻ കാർഡ്, ഇതിൻ്റെ എല്ലാം ഫോട്ടോ കോപ്പി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ പൈസ നമുക്ക് സാങ്ഷൻ ആയി പോകും. അപ്പോൾ ഈ പൈസയ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ചെറിയ പൈസയ്ക്കാണ് നമ്മൾ ഇത്തരം ഒരു വലിയ കടത്തിൽ പോയിട്ട് ആദ്യം തലവെക്കുന്നത്. കാരണം അവർ ഫസ്റ്റ് തരുന്നത് ചിലപ്പോൾ ഒരു 50,000 ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു 50-ൽ താഴെ എത്രയും ഒരു സംഖ്യ അവർ തരുന്നതായിരിക്കും. അപ്പം ഇത് നമ്മളെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ, ഈ 2000 രൂപയുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ അത് നമ്മൾ ഏകദേശം എത്രയാണ് നമുക്ക് കിട്ടുന്നതിൻ്റെ സംഖ്യ പോലെ ഇരിക്കും. അത് നമ്മൾ ഒരാഴ്ച അതുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും. ഒരു സാധാരണക്കാരുടെ വിഷയമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് സാധാരണക്കാരന് എങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം അവൻ അത് ചെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ട് മുതലാണ് നമ്മൾ അതിൻ്റെ അടവുകൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ പൈസയിൽ 1-2 ആഴ്ചത്തെ അടവിന് നമ്മൾ മിച്ചം വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ അടിച്ചു പൊളിച്ചുള്ള ജീവിതം കഴിയുന്നത്. അങ്ങനെ ഈ 2 ആഴ്ചത്തെ അടവും കഴിഞ്ഞു. പിന്നെ വരുന്ന 3-ാമത്തെ ആഴ്ച ചിലപ്പോൾ 4-5 അങ്ങനെ ആഴ്ചകൾ അടവ് കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഈ സമയത്തെല്ലാം ഒരു സാധാരണപ്പെട്ടവന് പണിയില്ലായ്മ വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇത് അടയ്ക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഉടനെ കേൾക്കുന്നു അടുത്ത ലോൺ. കാരണം ഈ ഒരു ലോണ് അടയ്ക്കാൻ കഴിയാത്ത വരുന്ന സ്ഥിതിയിലാണ് അടുത്ത ലോൺ അവൻ എടുക്കുന്നത്. അടുത്ത ലോണിലും ഇതേപോലെ കിട്ടി അതും അടയ്ക്കാൻ കഴിയാത്ത വരുന്ന സ്റ്റേജിലെത്തുമ്പോൾ വീണ്ടും അടുത്ത ലോണിലേക്ക് എങ്ങനെ പോകും. ഇങ്ങനെ മാറി ഒരാൾക്ക് ഒരു 7-എണ്ണോ 8-എണ്ണോ അടയ്ക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളും ആത്മഹത്യയിലേക്കും കുടുംബ വഴക്കിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. നോക്കൂ, ഈ പ്രശ്നം ഒഴിവാക്കാൻ പറ്റുന്നത് ഞാൻ പറയുന്നത് ഈ വ്യക്തി എടുക്കുന്ന ആൾക്കാർ ദിവസം പണിക്ക് പോകും. അത് ഒരു പണിയെന്നല്ല, ഏത് പണിയാണെങ്കിലും അത് നിത്യേന ചെയ്തിട്ട് പോകാം. ഈ നിത്യേന ചെയ്തിട്ട് പോകുമ്പോൾ അവനൊരു ഇൻകം വരും. ഒരു ദിവസം ഇത്ര രൂപ ഒരു ഇൻകം വരും. ആ ഇത്ര രൂപ വന്ന് അത് മാനേജ് ചെയ്യാം. കാരണം നമുക്ക് നിലവിൽ 2 ലോണാണ് ഉള്ളതെങ്കിൽ ഈ നിത്യേന നമ്മൾ വർക്കിന് പോയിട്ട് ഈ ലോണുകൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അടവ് കഴിഞ്ഞിട്ടുള്ള ലോണാണെങ്കിൽ അത് നമ്മളത് അവിടെ നിർത്തുക. അത് നിർത്തുമ്പോൾ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവാം, എങ്കിലും ആ ലോൺ അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് എടുക്കാതിരിക്കുക. അങ്ങനെ വീണ്ടും അടുത്ത ലോൺ കഴിയുമ്പോൾ അതും അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിർത്താൻ പറ്റാത്തൊരു ചിലവ്, അതേപോലെ നമ്മളെ വീട്ടിലുള്ള ചിലവുകൾ, അതാണല്ലോ മെയിൻ പ്രശ്നം. അപ്പോൾ ഇതെല്ലാം നമുക്ക് നിർത്താൻ പറ്റാത്തൊരു ചിലവ്. അതിന് നമ്മൾ വരുമാനത്തിൻ്റെ സംഖ്യ നോക്കും. അത് ചെറിയ വരുമാനമാണ്, വലിയ വരുമാനം, കിട്ടുന്ന ജോലി, അത് എന്ത് ജോലി എന്നുള്ളതല്ല, എന്ത് ജോലിയാണ് കിട്ടുന്ന ജോലിക്ക് പോകണം. അതേപോലെ ഈ വരുമാനമുള്ള വ്യക്തി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ശവപ്പറമ്പ്. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ
പല കടങ്ങളും എടുക്കാൻ തന്നെ നമ്മൾ മുതിരുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കണം, പിന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു ആത്മവിശ്വാസം, ഒരു വിൽപ്പവർ, കാരണം പ്രശ്നം ഇന്നല്ലെങ്കിൽ നാളെ തീരും എന്നുള്ളൊരു വിൽപ്പവർ ഉണ്ടെങ്കിൽ മുന്നിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ജീവിതം എന്ന ബസ് ഓടിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. അതെല്ലാം മുന്നിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതിനെ നമ്മൾ തരണം ചെയ്ത് മുന്നിലേക്ക് പോകണം. അപ്പോൾ നമ്മളിപ്പോൾ ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ പോകുമെന്ന് വെച്ചാൽ, കാരണം ആ ഒരു അയ്യപ്പൻ്റെ അവിടെ എത്തണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ അയ്യപ്പനെ കാണാൻ പോകുന്നത്. അതേപോലെ ഈ അയ്യപ്പ സന്നിധിയിൽ നമ്മൾ എത്തുമ്പോൾ ഈ കടമ്പകളെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തുമ്പോൾ ആ ഒരു നിർവികാരമുണ്ട്. അതേപോലെ ആയിരിക്കും നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം നമ്മൾ അതിജീവിക്കുക പറഞ്ഞ ഈ കടങ്ങളെല്ലാം വീട്ടി കടങ്ങളില്ലാതെ ജീവിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ആ സുഖം നമുക്ക് എത്ര കാശ് കൊടുത്താലും കിട്ടില്ല. എത്തണമെങ്കിൽ നമ്മൾ മാക്സിമം ഈ മൈക്രോ ഫിനാൻസുകൾ, അതേപോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ആഴ്ച അടവുകൾ, ഈ ഫണ്ട് ചീട്ട്, ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയാലും. കാരണം ഇതെല്ലാം ഈ ഫണ്ട് ചീട്ട് എല്ലാം പറയുന്നത് നമുക്ക് മനുഷ്യൻ്റെ നിത്യായ ഒരു ധാരണയാണ്. ഇവിടെ നമ്മളിപ്പോൾ ഒരാഴ്ചയിൽ 500 രൂപ വെച്ച് അടയ്ക്കുന്നത് നമ്മളത് ബാങ്കിൽ ഒരു സേവിങ്സ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സംഖ്യ തന്നെയാണ് വരുന്നത്. കാരണം ഈ അടയ്ക്കുന്ന പൈസ നമുക്ക് ഇപ്പോൾ കിട്ടില്ല എന്നുള്ള ധാരണയിലായിരിക്കണം നമ്മൾ ഓരോ പ്രാവശ്യം അവിടെ പൈസ ഇടാൻ പോകുന്നത്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്.